ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി കച്ചവടത്തിലൂടെ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ബാബു സമ്പാദിച്ചത് 10 കോടി രൂപയിലേറെ. മൂവാറ്റുപുഴയിൽ വീടിനടുത്ത് നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൽ ലഹരിപ്പണം വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. ജോലിയുടെ ഭാഗമായി അമേരിക്കയിൽ പോയപ്പോഴും ലഹരി വിൽപ്പനയുടെ സാധ്യതകൾ എഡിസൺ തേടി എന്ന അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 24 എക്സ്ക്ലൂസീവ്. ഞെട്ടിക്കുന്ന അന്വേഷണ വിവരങ്ങളാണ് ഡാർക്ക് നെറ്റ് ലഹരി കേസിൽ പുറത്തുവരുന്നത്. കഴിഞ്ഞ 4 വർഷത്തിലധികമായി ലഹരി വിൽപ്പനയിൽ നിന്ന് 10 കോടി രൂപയിലേറെ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ സ്വന്തമാക്കി. ഈ പണം ഉപയോഗിച്ച് എന്തൊക്കെ സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് അന്വേഷണം പുരോഗമിക്കുകയാണ്. എഡിസന്റെ വീടിനടുത്ത് നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലും ലഹരി പണം എത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഇത്തരം സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നീക്കമുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറായി അമേരിക്കയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഡാർക്ക് നെറ്റിന്റെ കൂടുതൽ സാധ്യതകൾ എഡിസൺ തിരിച്ചറിയുന്നത്. 2 വർഷത്തിനിടെ 6000-ലധികം ലഹരി ഇടപാടുകൾ എഡിസൺ നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. കേസിൽ അറസ്റ്റിലായ അരുൺ തോമസ് ആണ് എഡിസന്റെ പേരിൽ പാഴ്സലായി വന്നിരുന്ന ലഹരി വസ്തുക്കൾ വാങ്ങുകയും ആവശ്യക്കാർക്ക് എത്തിക്കുകയും ചെയ്തിരുന്നത്. പാഞ്ചാലിമേട്ടിലെ റിസോർട്ടിലും ലഹരി പണം ഓഹരിയായി നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കേസിൽ ഇനിയും അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. എസ് ശ്യാംകുമാർ, 24, കൊച്ചി.